ഒന്നുകൂടി ഞാൻ പറയാ, അല്ലാഹുവിലേക്ക് ഒരാളെ ചേർത്തപ്പെട്ടാൽ, അള്ളാന്റെ വലിയ എന്ന് പറയപ്പെട്ടാൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, അള്ളാന്റെ ആള് എന്ന് പറയപ്പെട്ടാൽ ഉടനെ അംഗീകരിച്ചു കൊള്ളണം, ഉടനെ സ്വീകരിച്ചു കൊള്ളണം. സഹോദരങ്ങളെ, അള്ളാന്റെ ആൾ, അള്ളാന്റെ വലിയ ഇനി എന്ന് പറയപ്പെട്ടാൽ പിന്നെ നമ്മൾ മിണ്ടാൻ പാടില്ല, പിന്നെ നമ്മൾ അവരെ കുറിച്ച് ഒരു കുറ്റം പറയാൻ പാടില്ല, നമ്മൾ അംഗീകരിച്ചു കൊടുത്തേക്ക. അപ്പൊ കള്ളന്മാരുണ്ടാവില്ല ഉസ്താദേ, കള്ളന്മാരെ കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ അളവുകോലുകളില്ല. ആ അളവുകോലുള്ളത് അക്കാലത്ത് അഖ്താബീങ്ങൾക്കും ഔലിയാക്കൾക്കുമാണ്. അവർക്ക് പറയാം, ഞാനും നിങ്ങളും തന്നെയാണ് അള്ളാന്റെ ഔലിയാക്കള്, ഞാനും നിങ്ങളും തന്നെയാണ് അള്ളാന്റെ ഔലിയാക്കൾ, ഞാനും നിങ്ങളും തന്നെയാണ് അള്ളാന്റെ ഔലിയാക്കള്, ഞാനും നിങ്ങളും തന്നെയാണ് അള്ളാന്റെ ഔലിയാക്കൾ. സഹോദരങ്ങളെ, അള്ളാന്റെ ആൾ, അള്ളാന്റെ വലിയ ഇനി എന്ന് പറയപ്പെട്ടാൽ പിന്നെ നമ്മൾ മിണ്ടാൻ പാടില്ല, പിന്നെ നമ്മൾ അവരെ കുറിച്ച് ഒരു കുറ്റം പറയാൻ പാടില്ല, നമ്മൾ അംഗീകരിച്ചു കൊടുത്തേക്ക. അപ്പൊ കള്ളന്മാരുണ്ടാവില്ല ഉസ്താദേ, കള്ളന്മാരെ കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ അളവുകോലുകളില്ല. ചിലപ്പോ മുഴുവനും ഇങ്ങെടുക്കും, ഒരു നന്നാക്കാൻ ഉദ്ദേശിച്ചാൽ ചിലരെ ഇൽമ ഊരിയെടുക്കലാണ്, ഹക്ക് ഊരിയെടുക്കും, പിന്നെ പറയുന്നതൊക്കെ അബദ്ധം. അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഒരു ഊരിയെടുക്കലുണ്ട്. ഞാനിവിടെ എത്ര ഉഷാറായി പ്രസംഗിച്ചു വിചാരിച്ചോളൂ, എങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞാലും അതിന്റെ ഒന്നാമത്തെ ക്രെഡിറ്റും ഒന്നാമത്തെ അവകാശവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനാണ്. കാരണം അവിടെ നിന്നാണ് ഞങ്ങളെ ഇത് പറയിപ്പിക്കുന്നത്.